അതിൽ നിന്ന് ഒരു 500 വോട്ട് മറിഞ്ഞാൽ പോരെ. തൽക്കാലം ഒരു 500 വോട്ട് മറിഞ്ഞാൽ ജയിക്കാൻ സാധ്യത BJP ആണ് എന്നാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്ന് സംശയമാണ്. അതെന്താ അങ്ങനെ ഒരു സംശയം? സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരിൻ്റെത് അതത്ര പോരാ. എന്നാലും കുറച്ച് വോട്ട് പിടിക്കും. പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടല്ലോ, BD ജയവേൽ. അയാളും കുറച്ച് വോട്ട് പിടിച്ചാൽ. പാലക്കാട് നല്ല സൂപ്പർ ചൂടാണ്. ചൂടിലുപരി ഇവിടെ പാലക്കാട് ഇലക്ഷന്റെ ചൂടും കത്തി നിൽക്കുന്ന സമയത്താണ് നമ്മൾ പാലക്കാട് വന്നത്. അപ്പൊ NMR നല്ല സൂപ്പർ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ തിരൂരിൽ നിന്ന് വന്ന് പായസം വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. അപ്പൊ എന്തായാലും ചേട്ടനോട് ചോദിച്ചു നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പാലക്കാടിന്റെ ഇലക്ഷൻ ചൂടിന്റെ വിശേഷങ്ങൾ, അതുപോലെ ഈ ചൂടുള്ള പായസത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. ചേട്ടാ നമസ്കാരം, എന്റെ പേര് അഷ്റഫ്. എത്ര കാലമായി പാലക്കാട് വന്നിട്ട്? പാലക്കാട് വന്നിട്ട് 2 വർഷത്തിനടുത്തായി. 2 വർഷത്തിനടുത്തായി. ഒരു മാസം കൂടുമ്പോ വീട്ടിലേക്ക് പോകും. ഇപ്പൊ ഇവിടുത്തെ ഇലക്ഷനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ പിന്നെ ഇതും BJPയും കോൺഗ്രസും നല്ല കടുത്ത മത്സരമാണ്. അതിനിടയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പി സരീഷ്, അവരുടെയും കൂടെ ആകുമ്പോൾ BJP ജയിക്കാനാണ് ഇവിടെ സാധ്യത എന്ന് പറയുന്നുണ്ട്. BJP നല്ല ഇവിടെ തകർത്ത് നല്ല ജയിക്കാൻ വേണ്ടി അവർ എല്ലാ കഴിവും അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു കേട്ടതും BJP ജയിക്കാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ 3000 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 1000 വോട്ട് മറിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ആഗ്രഹം എനിക്ക് ആര് ജയിച്ചാലും എന്താ, നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് നമ്മളെ വീട് കഴിയും, അത്രയേ ഉള്ളൂ. അല്ലാതെ പാർട്ടിനെ കൊണ്ട് യാതൊരു താല്പര്യം നമുക്ക് ഇല്ല. ഇപ്പൊ ഈ ഷാഫിനെ വളരെയധികം സ്നേഹിച്ച നാടാണ് പാലക്കാട്. ഷാഫി പറമ്പിൽ നല്ല ഒരു നേതാവ്. അപ്പൊ ഈ ഷാഫിയുടെ പിൻഗാമിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഷാഫിക്ക് കിട്ടിയ അതേ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടില്ലേ? ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്ന് സംശയമാണ്. അതെന്താ അങ്ങനെ ഒരു സംശയം? സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അല്പം മുമ്പ് ഈ കോൺഗ്രസിൽ നിന്ന് ചെറിയൊരു പടലപ്പണൊക്കെ ഉണ്ടായില്ലേ, പോയത്. അതിൽ നിന്ന് ഒരു 500 വോട്ട് മറിഞ്ഞാൽ പോരെ. തൽക്കാലം ഒരു 500 വോട്ട് മറിഞ്ഞാൽ ജയിക്കാൻ സാധ്യത BJP ആണ്. ഈശ്വരിൻ്റെത് അതത്ര പോരാ. എന്നാലും കുറച്ച് വോട്ട് പിടിക്കും. പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടല്ലോ, BD ജയവേൽ. അയാളും കുറച്ച് വോട്ട് പിടിച്ചാൽ BJP ജയിക്കും എന്നാണ് BJPയുടെ കണക്ക് കൂട്ടൽ. ഞാനും ഇവിടെ കണ്ടെടുത്തോളം BJPയുടെ കണക്ക് കൂട്ടി BJP ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സൂപ്പറായിട്ട് നടക്കും. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പായസം തരാം. പായസം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കഴിച്ചു. പായസം ഞങ്ങളിപ്പോ 100-150 ലിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ എൻ്റെ മാതിരി 10-14 പേര് എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. പായസം കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു എങ്ങനെയുണ്ട് പായസം. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പാലക്കാട് ഭയങ്കര ചൂടാ. ഞാനൊരു 5 മിനിറ്റ് പുറത്തിറങ്ങിയപ്പോ തന്നെ അതേപോലെ തന്നെയാണ് ചൂടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്. പായസത്തിന് ചൂടുണ്ടോ നോക്കാം. കഴിച്ചു നോക്കൂ, ടേസ്റ്റ് ഉണ്ടോ നോക്കൂ. നന്നായിട്ടുണ്ടോ? പായസം കൊള്ളാം, ചൂടും ഉണ്ട് ടേസ്റ്റും ഉണ്ട്. അപ്പൊ എത്ര മണി മുതൽ ഇവിടെ വിൽക്കും പായസം? പായസം ഒരു 10 മണിക്ക് തുടങ്ങും. ഇത് കാലി എത്ര ആവുന്നുണ്ടോ, 1 മണിക്ക് കാലിയായാൽ 1 മണിക്ക് പോകും, 2 മണിക്ക് കാലിയായാൽ 2 മണിക്ക് പോകും. പായസം എപ്പോൾ കാലിയാവുന്നുണ്ടോ അപ്പോൾ പോകും. തിരൂരാണോ പാലക്കാടാണോ സൂപ്പർ? ഇപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോ പാലക്കാടാണ് നല്ലത്. സൂപ്പറാണ്. പക്ഷെ ചൂട് കുറച്ച് കൂടുതലാണ് പാലക്കാട് അല്ലേ? ഞാൻ പാലക്കാട്ടുകാരിയാ. പക്ഷെ നമ്മളും തീയിൽ കുരുത്തതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവിടെയാണ് ചൂട്. പോവാം. എന്തായാലും ഒരുപാട് താങ്ക് യു. പായസം സൂപ്പറാണ്. അപ്പൊ ഇതൊക്കെയാണ് പാലക്കാടിന്റെ ഇലക്ഷൻ വിശേഷങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. സൂപ്പർ പായസമാണ്. നിങ്ങൾ ഇനി NMR ബിരിയാണി കഴിക്കാൻ വരികയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ചേട്ടൻ്റെ കടയുള്ളത്. അവിടെ വന്ന് സൂപ്പർ പാലട പായസം കുടിക്കണം. ഓക്കെ.